ഒരു ചോദ്യം നോക്കിയേ. ഒരാൾ സാധാരണ വേദത്തിൻ്റെ 3/4 സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ച് ഓഫീസിലെത്തി. ഒരാൾ സാധാരണ വേദത്തിൻ്റെ 3/4 സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ചാണ്, എന്ന് വെച്ചാൽ 10 മിനിറ്റ് വൈകി ഓഫീസിലെത്തി. സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ യാത്ര പൂർത്തിയാക്കുന്നത്? നമ്മുടെ ഇത് ചെയ്യാൻ ഇക്വേഷനുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇക്വേഷൻ വേണ്ട. കാര്യം എല്ലാ ചോദ്യത്തിനും ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വലിയ തലവേദനയാണ്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പം നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? ഓക്കെ, നോക്കാം. തന്നെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഒരാൾ ഇത്ര സാധാരണ വേദത്തിൻ്റെ 4/3 സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ച് വന്നു. എൻ്റെ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ യാത്ര പൂർത്തിയാക്കുന്നത്? എന്നാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് തന്നെ 3/4. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്നാണ്. പിന്നെ എന്നത് സമയമാണ്. സമയം എത്ര? 10 മിനിറ്റ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 4/3 വേദത്തിലയാൾ പോയത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ 3 അതുപോലെ അങ്ങ് എഴുതണം. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1. അത് താഴെ എഴുതണം. ഇത് സമയം ഇത്രയൊന്നും ഇതിൻ്റെ പരിപാടി. 10 × 3 30. ഇതാണ് നമ്മുടെ ആൻസർ. എന്താ ഇങ്ങനൊരു ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഈ വ്യത്യാസം എഴുതണം. വ്യത്യാസം 1, ആ സമയത്തെ 10 മിനിറ്റ്. അപ്പം ഈ മോളിൽ കിടക്കുന്നത്, അതായത് 4/3 വേദത്തിലല്ലേ സഞ്ചരിച്ചേ, ആ 3 അതുപോലെ എഴുതണം. വ്യത്യാസം താഴെ എഴുതണം. സമയം കൊണ്ടങ്ങ് തുളിച്ചാൽ മതി. ഇതിന് ഉത്തരം കിട്ടും. നമ്മൾ ഇതേ മോഡൽ വേറൊരു ചോദ്യം കൂടെ നോക്കാം. ഒറ്റൻ ഇത് തന്നെ ആ നമ്പർ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. തന്നെ ചോദ്യം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ നമ്പർ മാത്രമേ മാറ്റിയുള്ളൂ. 5/3 വേദത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ച് ഓഫീസിലെത്തി. അപ്പം നമുക്ക് പറയാം എത്ര? 5/3 വേദത്തിലാണ്. അപ്പം 3 അതുപോലെ എഴുതി. ബൈ തന്നെ 5ഉം 3ഉം 5ഉം 3ൻ്റെ വ്യത്യാസം 2 താഴെ എഴുതി. സമയം എത്ര? 10 മിനിറ്റ്. 10 മിനിറ്റ് അതുപോലെ എഴുതി. 2നെ 10 വെച്ച് വെക്കാൻ പറ്റും 5. അപ്പോൾ 3 15 മിനിറ്റാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണ്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇപ്പോഴേക്കും എല്ലാം കൂടെ ആറാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം മോളിൽ കിടക്കുന്ന അതുപോലെ എഴുതുക, ഇതിൻ്റെ വ്യത്യാസം എഴുതുക, സമയം കൊണ്ട് തുണയ്ക്കുക. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഒരു ചോദ്യം നോക്കിയാൽ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും എനിക്ക് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കും. എന്നാൽ ശരാശരി വേഗത എത്രയാണ് ചോദിച്ചിരുന്നത്? എന്നാൽ ഈ മോഡൽ ചോദ്യം മിക്കവാറും പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്കും എനിക്ക് ബിയിൽ നിന്ന് എയിലേക്കും. ഇതൊന്ന് നോക്കിയേ. എയിൽ നിന്ന് ബിയിലേക്കും എനിക്ക് ബിയിൽ നിന്ന് എയിലേക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക്, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. എന്നാൽ ഇത് എന്തുവാ? ഒരേ സ്ഥലത്താണ്. രണ്ടും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഒരാളിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക്
മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും എനിക്ക് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷേ വേഗതയ്ക്കുള്ള വ്യത്യാസം ദൂരം തുല്യമാണ്. അപ്പം ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ നമ്മളിതാ UAD/A+B എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കാൻ മതി. UAD രണ്ട് ദൂരം ഉള്ളതുകൊണ്ടായിരുന്നു. UAD/A+B ഓക്കെ ആണ്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? UAD/A+B അതെ 2 × 30 × 20 UAD/A+B 30 20 50. ഓക്കെ അതെ 10 വെച്ച് വെച്ചാൽ 5, 10 വെച്ച് വെച്ചാൽ 2, 5ലെയും 30ലെയും വെക്കാം 6, 6 2 12 2 24 km/h. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരേ സ്ഥലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ വേറൊരു ചോദ്യം നോക്കാം. ഇതേപോലെ വേറൊരു ചോദ്യം തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ചോദ്യം ഞാൻ വേറൊരു രീതിയിലാക്കി. അതായത് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും എനിക്ക് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 10 കിലോമീറ്റർ വേഗത്തിലുമാണ് അയാൾ സഞ്ചരിക്കുന്നത്. എന്നിട്ട് ശരാശരി വേഗത എത്ര? തിരുവനന്തപുരം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ UAD/A+B. ഓക്കെ 2 × 30 × 10 A+B 40. ഓക്കെ ആണ്. 30 10 40. 10 വെച്ച് 40നെ വെക്കാം 4 പ്രാവശ്യം. 2 വെച്ച് 4നെ വെക്കാം 2 പ്രാവശ്യം. 30/2 നമുക്ക് പറയാൻ കഴിയും 15 km/h. ഇതാണ് ഇതിൻ്റെ ആൻസർ. 15 km/h എന്നുള്ളതാണ്. ഓക്കെ ആണ്. അടുത്ത ഒരു നേരത്തെ നമ്മൾ ചെയ്ത ഒരു ചോദ്യമാണ്. ഒരു P/Q, അതായത് മുൻവർഷ ഒരു ചോദ്യപേപ്പറിനകത്ത ഒരു ചോദ്യമാണ്. എല്ലാം കൂടെ ഞാൻ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നില്ല, എന്നാലും ഈ ചോദ്യമൊന്നും ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്തതാണ് ഈ മോഡൽ കണ്ടോ. ഓക്കെ, അതായത് ഒരു ട്രെയിൻ അതിൻ്റെ വേഗതയിലെ 4-3 സഞ്ചരിക്കുകയും ചെയ്തു. 20 മീറ്റർ വൈകിലെത്തി അല്ലേ? അപ്പം നമ്മൾ എന്ത് പറയാൻ കഴിയും? ആദ്യം എന്താ അതായത് മക്കളെ ആദ്യം 4 3. ഓക്കെ, ആ 3 അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ 3 അതുപോലെ എഴുതി. ഇതിൻ്റെ വ്യത്യാസം 1 അതുപോലെ എഴുതി. സമയം 20. ഓക്കെ, 20 × 3 60. ഇതാണ് നമ്മുടെ ആൻസർ. എന്താ ഇപ്പം ഡിഗ്രി ലെവലിന് ചോദിച്ചൊരു ഉത്തരം. അപ്പം ഈ 3 ചോദ്യങ്ങളും നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വ്യത്യാസം എടുക്കും. 1 വ്യത്യാസം അടിയിലെഴുതി. ആ അംശം അതുപോലെ എഴുതി × 20 സമയം. ഓക്കെ, ഇത് സമയമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ 60.